സീപ്ലെയിൻ പദ്ധതിയിൽ പ്രതിപക്ഷത്തിന് മറുപടിയുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. നാടിന് ഗുണകരമായ കാര്യങ്ങളിൽ അള്ളുവയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. UDF ഭരണകാലത്ത് സീപ്ലെയിൻ കൊണ്ടുവരാൻ ശ്രമിച്ചത് ആവശ്യത്തിന് ആലോചനയില്ലാതെയായിരുന്നു. കെ ഹോം പദ്ധതിയിലൂടെ ടൂറിസം മേഖലയിലെ അടിസ്ഥാന വികസനമാണ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കി. ടൂറിസം മേഖലയിൽ വൻ മുന്നേറ്റമുണ്ടാക്കാൻ ഉതകുന്നതാണ് LDF സർക്കാർ നടപ്പിലാക്കുന്ന സീപ്ലെയിൻ പദ്ധതി. പദ്ധതിയുടെ പിതൃത്വം ഏറ്റെടുക്കാനുള്ള പ്രതിപക്ഷത്തിന്റെ അവകാശവാദത്തിനാണ് മന്ത്രി മുഹമ്മദ് റിയാസ് മറുപടി നൽകിയത്. ആവശ്യമായ ഹോംവർക്ക് നടത്താതെയാണ് UDF കാലത്ത് സീപ്ലെയിൻ പദ്ധതി കൊണ്ടുവരാൻ ഒരുങ്ങിയത്. ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് LDF സർക്കാർ പദ്ധതി നടപ്പിലാക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് നിയമസഭയിൽ മറുപടി നൽകി. യാഥാർത്ഥ്യം പറയുമ്പോൾ നെറ്റി വിളിച്ചിട്ട് കാര്യമില്ല, പറയേണ്ട ഞങ്ങൾ പറയുക ചെയ്യും സാർ. അതിന് മറ്റു കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. മത്സ്യത്തൊഴിലാളികളുമായി കൃത്യമായൊരു ചർച്ച നടത്താനോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനോ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, സീപ്ലെയിൻ്റെ ഓപ്പറേറ്റർ നിരവധി പരാതി പറഞ്ഞിരുന്നു, നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്. ഞാനിപ്പോൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഇതൊക്കെ ഹോംവർക്ക് ചെയ്ത് പോകാനും ഡാം കേന്ദ്രീകരിച്ചുകൊണ്ട് നേരത്തെ തന്നെ ആലോചിച്ചിരുന്നെങ്കിൽ ഒരു തടസ്സം ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആലോചനയുടെ കാര്യത്തിൽ, ഹോംവർക്ക് ചെയ്യുന്ന കാര്യത്തിലുള്ള പോരായ്മ അതിനകത്തുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഡാമുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സീപ്ലെയിൻ എന്നുള്ള ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പ്ലെയിൻ കടലിൽ മാത്രമേ ഇറക്കാവുന്ന എവിടെയും നിയമത്തിൽ എഴുതി വെച്ചിട്ടൊന്നുമില്ലല്ലോ. അത് നമ്മൾ പറഞ്ഞു പോകണ്ടല്ലോ. ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറി. എന്നാൽ സഞ്ചാരികൾ മുഴുവൻ 5 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിക്കുന്നവരല്ല. ആൾതാമസമില്ലാത്ത വീടുകളെ പരമാവധി കണ്ടെത്തി ടൂറിസം രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താനാണ് കെ ഹോം പദ്ധതിയെന്നും മന്ത്രി വ്യക്തമാക്കി. കേരള ടൂറിസത്തിന്റെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ട ഘടകം നമുക്കറിയാം, ഹോസ്പിറ്റാലിറ്റി ശൃംഖലയുടെ വിപുലീകരണമാണ്. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനുവേണ്ടി സാധ്യമാകുന്ന കാര്യങ്ങൾ കേരളത്തിൽ ചെയ്യുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് ഏറ്റവും അധികം 5 സ്റ്റാർ ഹോട്ടലുകളുള്ള സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ട് സാർ. ഇത് ബജറ്റ് പാസ്സായാൽ ഉടൻ തന്നെ അത് സംബന്ധിച്ച പരിശോധനയിലേക്ക് കിടക്കും എന്നുള്ളതാണ് സഭയെ ഞാൻ ഈ വേളയിൽ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്ത് ഡിസൈൻ ടൂറിസം പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി ചോദ്യോത്തരവേളയിൽ മറുപടി നൽകി. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.